മനോഹരമായ ഒരു ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ശ്രീ വി.ഡി. സതീശന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്ത ആളുകളായി പ്രതിപക്ഷം മാറുകയാണ് സർ. അതുകൊണ്ടാണ് നിങ്ങൾ നുണബോംബുകൾ കൊണ്ട് കാര്യങ്ങളെ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ വി.ഡി. സതീശന്റെ രോമത്തിൽ തൊടാൻ പ്രതിപക്ഷത്തിനാവില്ല. കേരള നിയമസഭയിൽ പ്രതിപക്ഷമെറിഞ്ഞ നുണബോംബുകളുടെ മുനയൊടിച്ചുകൊണ്ട് ഭരണപക്ഷത്തിൽ നിന്ന് ശക്തമായ പ്രതിരോധം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള ധനാഭ്യർത്ഥന ചർച്ചയിലാണ് പ്രതിപക്ഷത്തിന്റെ സകല വാദങ്ങളെയും പൊളിച്ചുകൊണ്ട് UDF സഭയിൽ മേൽക്കൈ നേടിയത്. പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്ന അബദ്ധജടിലമായ ആരോപണങ്ങളെയും രാഷ്ട്രീയ കുഴിബോംബുകളെയും തകർക്കാൻ കെൽപ്പുള്ള ഒരു മൈൻഡ് റോളറാണ് മുഖ്യമന്ത്രിയെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നജീബ് കാന്തപുരം MLA വ്യക്തമാക്കി. മുൻ ഇടതുപക്ഷ സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക പരാജയങ്ങളെയും തദ്ദേശ സ്ഥാപനങ്ങളുടെ 2000 കോടിയോളം രൂപയുടെ ഫണ്ടുകൾ തടഞ്ഞുവെച്ച് ശ്വാസം മുട്ടിച്ചതിനെയും അദ്ദേഹം കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. 4 വർഷത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച ആരാണ് ഇപ്പോൾ സഭയിൽ വന്ന് വലിയ സ്ത്രീപക്ഷവാദവുമായി രംഗത്തെത്തുന്നതെന്ന് മുൻ ഭരണകൂടത്തിന്റെ നിലപാടുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കുറ്റപ്പെടുത്തി. മുൻപ് സമരം ചെയ്ത ആശാ വർക്കർമാരോടും അങ്കണവാടി ടീച്ചർമാരോടും കാണിച്ച ക്രൂരതകൾ സഭ മറന്നിട്ടില്ലെന്നും നജീബ് കാന്തപുരം ഓർമ്മിപ്പിച്ചു. IT മേഖലയ്ക്ക് 100 കോടി വകയിരുത്തിക്കൊണ്ട് പ്രവാസി നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിച്ചും റിവേഴ്സ് മൈഗ്രേഷൻ യാഥാർത്ഥ്യമാക്കിയും കേരളത്തെ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റാൻ പുതിയ UDF ബജറ്റിന് സാധിക്കുമെന്നും ഇതൊരു പുതിയ നിയോ കേരള ഇക്കണോമിക് മോഡലാണെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് നജീബ് കാന്തപുരം സഭയിൽ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയത്. സർ, ഈ മനോഹരമായ ബജറ്റിന്റെ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്താങ്ങുകയാണ്. എൻ്റെ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ജനങ്ങൾ ആഗ്രഹിച്ച ഒരു മനോഹരമായ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഈ ബജറ്റിൽ 10 കോടി രൂപ അനുവദിച്ചുകൊണ്ട് പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേയിലെ ഏറ്റവും വലിയ ഗതാഗത സ്തംഭനമുണ്ടാകുന്ന ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിന് ചിറക് മുളപ്പിച്ച ഈ ഗവൺമെൻറ്റിനെയും ബഹുമാന്യനായ മുഖ്യമന്ത്രിയെയും അതുപോലെ മന്ത്രിസഭാ അംഗങ്ങളെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ്. സർ, നമ്മുടെ രാജ്യത്ത് ഇതുവരെ കാണാത്ത, നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ കാണാത്ത കൺവെൻഷനാലായിട്ടുള്ള നമ്മുടെ എല്ലാ രീതികളെയും മാറ്റുന്ന ഒരു സ്ട്രക്ചറൽ ഷിഫ്റ്റാണ് സർ ഈ ബജറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നാം കാണേണ്ടത്. കേരളത്തെക്കുറിച്ച് നമ്മൾ വളരെ അഭിമാനപൂർവ്വം പറഞ്ഞു വരാറുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ സാമൂഹിക സൂചികയിലെ ഏറ്റവും പ്രധാനമായ ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗത്തും നമുക്കുണ്ടായ വികസനത്തെ മുൻനിർത്തി നാം കേരള മോഡലിനെ കുറിച്ച് അഭിരമിക്കാറുണ്ട്. പക്ഷേ സർ, അതൊരു സെക്കൻഡ് ജനറേഷൻ ക്രൈസിസിലേക്ക് പോകുന്ന ഒരു സന്ദർഭമുണ്ടായപ്പോൾ അവിടെ കൃത്യമായ ഒരു ഇക്കണോമിക് ഷിഫ്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞ മാന്ത്രികനാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്ന് അഭിമാനത്തോടു കൂടി ഈ ബജറ്റിനെ മുൻനിർത്തി എനിക്ക് പറയാൻ സാധിക്കും. സർ, നമ്മളിപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട് പ്രൊഡക്ഷന് അനുകൂലമല്ല എന്നുള്ളത്. എന്നാൽ ആ പ്രൊഡക്ഷൻ അനുകൂലമല്ലാത്ത ഒരു സ്റ്റേറ്റിനെ എങ്ങനെയാണ് ഒരു വിഷനിസ്റ്റിക്കായിട്ട്, ഒരു ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് വളരെ കൃത്യമായ ഗ്രഹപാഠത്തോടുകൂടി മനസ്സിലാക്കിയതിൻ്റെ ബലത്തിലുണ്ടായിട്ടുള്ള ഒരു ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്തംഭനാവസ്ഥയാണ്. അതേപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കപ്പെട്ടതാണ്. അതുണ്ടാക്കുന്ന ഒരു ഫിസ്ക്കൽ സ്ട്രെസ് ഉണ്ട് സർ. ആ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തെ മറികടക്കാൻ വേണ്ടി എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു നിയോ കേരള ഇക്കണോമിക് മോഡൽ ഇവിടെ പ്രസന്റ് ചെയ്യപ്പെട്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വളരെ രസകരമായ കാര്യം, പ്രതിപക്ഷത്തിൽ നിന്ന് മുൻ ധനകാര്യമന്ത്രി പറഞ്ഞത് ഇതൊരു ക്രോണി ക്യാപിറ്റലിസമാണെന്നാണ്. പക്ഷെ ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഈ ക്രോണി ക്യാപിറ്റലിസം എന്ന് നിങ്ങൾ അധിക്ഷേപിക്കുന്ന ഈ ബജറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ജനപക്ഷത്തുള്ള പുതിയ കാലത്തോട്, പുതിയ തലമുറയോട് ചേർത്ത് വായിക്കാൻ കഴിയുന്ന മനോഹരമായ ബജറ്റാണ് എന്നുള്ളതാണ്. എത്ര ഉൾക്കാഴ്ചയോടെയാണ് സർ ഈ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ബഹുമാന്യനായ വ്യവസായ വകുപ്പ് മന്ത്രി, ഞങ്ങളുടെ പാർട്ടി ലീഡർ കൂടിയായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെയുണ്ട്. 100 കോടി രൂപയാണ് സർ IT മേഖലയ്ക്ക് മാത്രമായി ഈ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. എന്തൊരു വിഷനിസ്റ്റിക്കായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം അവരുടെ മൈഗ്രേഷനാണ്. മൈഗ്രേഷനെ റിവേഴ്സ് മൈഗ്രേഷനിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ നാട് കേരളമാകെ എങ്ങനെയാണോ ഒരു പോർട്ട് സിറ്റിയാക്കാൻ ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത്, അതേപോലെ ഇതിനെ ഒരു ബാക്ക് ഓഫീസ് കൾച്ചർ കൊണ്ടുവന്ന്
ഒരു വർക്ക് നിയർ ഹോം കൾച്ചർ കൊണ്ടുവന്ന് നമ്മുടെ നാടിനെ ആകെ MNC കമ്പനികളുടെ ബാക്ക് ഓഫീസ് ആക്കാനുള്ള അതിമനോഹരമായ ഒരു പ്ലാൻ കൂടി IT വകുപ്പ് മന്ത്രിയായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ കൊണ്ടുവരുന്നു എന്നത് ഈ ബജറ്റിൽ ഏറ്റവും നല്ല ശുഭസൂചനയായി ഞാൻ കാണുകയാണ് സർ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നിലനിന്നിരുന്ന കാര്യം നമ്മളുടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ റെമിറ്റൻസ് ഇക്കോണമിയിൽ നിന്നാണ്. ആ റെമിറ്റൻസ് ഇക്കോണമിയെ വളരെ മനോഹരമായി ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ദൃഢമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. മാത്രമല്ല സർ, ഇവിടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയാവുന്ന ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. അത് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോറിന്റെ ഓപ്പണിംഗ് ആണ്. എന്താണ് പ്രതിപക്ഷം ആരോപിച്ചത്? അത് സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകരാൻ പോകുന്നു എന്നാണ്. എന്നാൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നമ്മുടെ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഊന്നി പറഞ്ഞ ഒരു കാര്യമുണ്ട് സർ. കോൾ ഇന്ത്യ ലിമിറ്റഡ് പോലെ, KMML പോലെ, KFTDC പോലെയുള്ള നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ എംപവർ ചെയ്തുകൊണ്ട് നമ്മുടെ നാടിന്റെ നട്ടെല്ലായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ സർക്കാരിന്റെ മുൻഗണനകൾ എന്തൊക്കെയായിരുന്നു. ഇവിടെ രസകരമായൊരു കാര്യം, ഇത്ര മനോഹരമായ ഒരു ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ശ്രീ VD സതീശന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്ത ആളുകളായി പ്രതിപക്ഷം മാറുകയാണ് സർ. അതുകൊണ്ടാണ് നിങ്ങൾ നുണബോംബുകൾ കൊണ്ട് കാര്യങ്ങളെ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ കൊണ്ടുവരുന്ന അബദ്ധജടിലമായ വാദങ്ങളെയെല്ലാം, ഈ കുഴിബോംബുകളെയെല്ലാം തകർത്ത് ഞെരിച്ചമർത്താൻ മാത്രം കഴിവുള്ള ഒരു മൈൻഡ് റോളറാണ് സർ ഞങ്ങളുടെ CM എന്ന അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. ആ ഞെരിഞ്ഞമരുമ്പോ നിങ്ങളിപ്പോ ഒന്നും വർത്തമാനം പറയാനില്ലാതെ പോവുകയാണ്. ഞങ്ങൾ ഏറ്റവും നന്നായി റിവൈവൽ ഓഫ് ഫിസ്ക്കൽ ഡീസെൻട്രലൈസേഷൻ എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഞങ്ങൾക്ക് ആഗ്രഹം ഈ കേരളത്തിൽ നമ്മുടെ ഗാന്ധിജി സ്വപ്നം കണ്ട പോലെ, രാജീവ് ഗാന്ധി സ്വപ്നം കണ്ട പോലെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലോക്കൽ ഗവൺമെന്റുകളെ ഉദ്ദീപിപ്പിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള നടപടി ഉണ്ടാകണം. കഴിഞ്ഞ ലോക്കൽ ഗവൺമെന്റുകൾക്ക് കിട്ടേണ്ട 3-ാം ഗഡു പോലും 2000 കോടി തടഞ്ഞു വെച്ചവരാണിവർ എന്ന് നിങ്ങൾ ഓർക്കണം. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ സഭയിൽ സ്ത്രീപക്ഷവാദം വളരെ ശക്തമായി ഉയർത്തിയാണ് ഇന്നത്തെ നമ്മുടെ അടിയന്തര പ്രമേയം പോലും ഉണ്ടായത്. ആ അടിയന്തര പ്രമേയത്തിന്റെ ഗതി എന്തായി എന്ന് ഈ സഭയിലുള്ളവർക്കെല്ലാം അറിയാം. ഒറ്റ കാര്യം ഞാൻ പറയുന്നു, 4 വർഷം ഹേമ കമ്മിറ്റി പൂഴ്ത്തി വെച്ചവരാണ് ഇപ്പോൾ സ്ത്രീപക്ഷത്തെ കുറിച്ച് സംസാരിക്കുന്നത് എന്നത് എന്തൊരു നാണം കെട്ട കാര്യമാണ്. കഴിഞ്ഞ നമ്മുടെ വനിതാ സമിതിയുടെ അധ്യക്ഷയായിരുന്ന ജോസഫൈൻ പറഞ്ഞ ഒരു വാക്ക് എൻ്റെ മനസ്സിലേക്ക് തിരിച്ചു വരികയാണ്. ഒരു പരാതിക്കാരി അവരോട് ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു വാക്ക് ഇപ്പോഴും ഇടതുപക്ഷത്തെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഓർക്കുന്നുണ്ടാകും. എന്നാ നീ അനുഭവിച്ചോ എന്നായിരുന്നു ആ പരാതിക്കാരിയോട് അന്ന് ജോസഫൈൻ പറഞ്ഞത്. നിങ്ങളൊക്കെ ഇപ്പോൾ വലിയ സ്ത്രീപക്ഷവാദികളായി വരുമ്പോൾ ഒരൊറ്റ കാര്യം ഞാൻ പറയാം, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനം നടക്കുമ്പോഴായിരുന്നു ഏറ്റവും വലിയ മഴക്കാലത്ത് ഇവിടെ ഷെഡ് കെട്ടി 10,000-കണക്കിന് വരുന്ന ആശാവർക്കർമാരും അംഗൻവാടി ടീച്ചർമാരും സമരം ചെയ്തത് സർ. അന്ന് നിർദ്ധയമായി നിർദാക്ഷിണ്യം ആ സമരത്തെ അടിച്ചൊടുക്കുക മാത്രമല്ല സർ, അവർ കെട്ടിയ ടാർപ്പായ പോലും മടിച്ചു മാറ്റി മടയത്ത് മനുഷ്യരെ നിർത്തിയ നിങ്ങളാണോ സ്ത്രീപക്ഷത്തെ കുറിച്ച് സംസാരിക്കുന്നത്? ഒരു വാക്ക് കൂടി പറയാം. ഇവിടുത്തെ BJP അംഗങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ, സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ ആരും സഭയിലില്ല. അവരൊരു വിടുവായത്വവും പറഞ്ഞാണ് പോയിരിക്കുന്നത്. ഇന്ത്യ രാജ്യം കുതിച്ചുയരുകയാണ് സാമ്പത്തിക രംഗത്തെന്ന്. എന്നാൽ സാമ്പത്തിക വക്താക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ച്. അതൊരു K മോഡൽ വികസനമാണ് നടക്കുന്നത്. ആർക്കാണ് സർ ഗുണം? അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് 1% മാത്രമുള്ള കോടാനുകോടീശ്വരന്മാർ മാത്രമാണ്. രാജ്യത്തിന്റെ സമ്പത്തിന്റെ 40% കൈവശം വെക്കുന്ന കോടാനുകോടീശ്വരന്മാർക്ക് രാജ്യത്തെ തീരെഴുതി കൊടുത്തവരാണ് സാമ്പത്തിക രംഗത്ത് 4-ാം സ്ഥാനത്തേക്ക് നമ്മൾ വരും എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ മാഡം, 149-ാം സ്ഥാനത്തേക്ക് ഒരു രാജ്യം കൂപ്പുകുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരുപാട് ജനസംഖ്യയുള്ള ഒരു നാടാണ്. 130 കോടി മനുഷ്യരുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഇതിന്റെ GDP ഉയരുക എന്ന് പറയുന്നത് വളരെ സാധാരണമായ ഒരു സംഭവമാണ്. ജനം കൂടുതൽ ഉണ്ടാകുമ്പോൾ GDP ഉയരും. പക്ഷെ പെർ ക്യാപിറ്റ GDP എവിടെ നിൽക്കുന്നു എന്നതാണ് പ്രധാനം. ആളോഹരി വരുമാനത്തിന്റെ GDP എവിടെ നിൽക്കുന്നു എന്നതാണ് പ്രധാനം. $2,800 പെർ ക്യാപിറ്റ GDP താഴ്ന്ന ഒരു രാജ്യത്ത് നിൽക്കേണ്ടി വന്ന ഹതഭാഗ്യരാണ് ഇന്ത്യയിൽ വസിക്കുന്ന സാധാരണ മനുഷ്യർ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണക്കുന്നു സർ.